പൂരത്തിൽ RSS നേതാവിന്റെ ചിത്രം പ്രദർശിപ്പിച്ചു. കൊല്ലം ആശ്രാമം മൈതാനത്ത് നടന്ന പുതിയകാവ് ക്ഷേത്ര ഉത്സവത്തിന്റെ കുടമാറ്റ ചടങ്ങിലാണ് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത്. നവോത്ഥാന നായകന്മാരുടെ ചിത്രത്തിനൊപ്പമാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത്. വിനീഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിനീഷ്, ഇപ്പോൾ ഈ ക്ഷേത്രോത്സവങ്ങളിലൊക്കെ രാഷ്ട്രീയ കടന്നുകയറ്റം അത് നിരന്തരം കാണുന്ന ഒരു സാഹചര്യമാണ്. ഈ വിഷയത്തിൽ പ്രതിഷേധമുയരുന്നുണ്ടോ? തീർച്ചയായും ആര്യ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നിലനിൽക്കുകയാണ്. ഇത്തരത്തിലുള്ളൊരു ആരോപണവും കൂടി ഇപ്പോൾ കൊല്ലത്തിന് വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കൊല്ലം പൂരത്തിൽ RSS സ്ഥാപക നേതാവിന്റെ ചിത്രം പ്രദർശിപ്പിച്ചു എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കൊല്ലം ആശ്രാമം മൈതാനത്ത് നടന്ന പുതിയകാവ് ക്ഷേത്രോത്സവത്തിന്റെ കുടമാറ്റ ചടങ്ങിലാണ് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തിയത്. നവോത്ഥാന നായകന്മാരുടെ ചിത്രത്തിനോടൊപ്പം തന്നെയായിരുന്നു ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയത് എന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. കുടമാറ്റ ചടങ്ങിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ എല്ലാം ചിത്രങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. അതിനോട് ചേർന്നാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത്. താമരക്കുളം ഭഗവതികാവും പുതിയകാവ് ഭഗവതി ക്ഷേത്രവും ചേർന്നാണ് കുടമാറ്റ ചടങ്ങുകൾ സംഘടിപ്പിച്ചിരുന്നത്. വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. എന്തായാലും കൊല്ലം പൂരം വലിയൊരു വിവാദത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനീഷ്, ഈ വിഷയത്തിൽ ഔദ്യോഗികമായ പരാതികൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള പരാതികൾ ലഭ്യമായില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു അന്വേഷണം നടന്നു വരുന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ വ്യക്തത വരും. സംഭവത്തിൽ പോലീസിന്റെ ഒരു ഇടപെടൽ നടന്നതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. തീർച്ചയായും വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം പൂരത്തിലാണ് ഇത്തരത്തിൽ RSS നേതാവിന്റെ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഈ കുടമാറ്റത്തിൽ പ്രദർശിപ്പിച്ചത്. നവോത്ഥാന നായകർക്കൊപ്പമായിരുന്നു ഹെഡ്ഗേവാറിന്റെ ചിത്രം കൂടി പ്രദർശിപ്പിച്ചത്. നേരത്തെ ഈ ഗണഗീത ആലാപനവും വിപ്ലവഗാന ആലാപനവും ഒക്കെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് തന്നെ നടന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായ ചിഹ്നങ്ങൾ ഉയർത്തി കാണിക്കുന്ന തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല, കർശനമായ നടപടി സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് അന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയത്. എന്നിരുന്നാൽ പോലും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം.